ശങ്കരാചാര്യർ വിധവയായിരിക്കുന്ന തൻ്റെ അമ്മയെ വിട്ട് ഒറ്റയ്ക്ക് നടന്ന് പൂർണ്ണാനദിയുടെ തീരത്തിൽ നിന്ന് ആലുവായിൽ നിന്ന് പുറപ്പെട്ട് കാലടിയിൽ നിന്ന് പുറപ്പെട്ട് വളരെ ആഴ്ചകൾക്ക് ശേഷമാണ് ഗുജറാത്തിലുള്ള നർമ്മദാ നദീ തീരത്തിൽ ഗോവിന്ദപാദരുടെ കുടീരത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്നത്. ആ ഗോവിന്ദപാദരോടുള്ള സ്നേഹം അദ്ദേഹത്തിന് എത്രയായിരുന്നു? ആ ഗോവിന്ദപാദരാണ് ബ്രഹ്മവിദ്യാ ദീക്ഷ കൊടുത്ത് ശങ്കരാചാര്യർക്ക് ആത്മജ്ഞാനവും ജീവൻ മുക്തിയും ഒക്കെ കൈവന്നതിന് ശേഷം 1300 കൊല്ലമായി ഇവിടെ അപ്രത്യക്ഷമായി കിടക്കുന്ന ഈ വൈദിക സംസ്കാരമുണ്ടല്ലോ, ഈ ഉപനിഷത്ത് ബ്രഹ്മവിദ്യാ സംസ്കാരം, അതിനെ നീ ഒന്ന് ഉദ്ധരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാം എന്ന് അച്ഛൻ പറഞ്ഞാൽ ഒരു മകൻ എങ്ങനെ അനുസരിക്കുമോ അതേമാതിരി ആ ഗുരുഭക്തിയുടെ പേരിലാണ് ഈ ശങ്കരാചാര്യർ ഇന്ത്യ രാജ്യത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കാൽനടയായി ചെന്ന് അവിടെയുള്ള വിദ്വാൻമാരെയും ധർമ്മചിന്തകന്മാരെയും ധർമ്മപ്രതിനിധികളെയും എല്ലാവരെയും കണ്ട് തത്വവിചാരം നടത്തി അവരെ എല്ലാവരെയും ജയിച്ച് സർവജ്ഞപീഠം കയറി പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യവും വ്യാഖ്യാനവും ഒക്കെ എഴുതി നമ്മുടെ മുൻപിതാ ഇന്നും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.